ആദ്യം എടുക്കേണ്ടത് രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി. രജിസ്ട്രേഷൻ ഓഫ് കമ്പനിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ഒരു ലോഫുൾ പർപ്പസിനാണ് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇൻ കേസ് ഓഫ് എ പബ്ലിക് കമ്പനി ആണെങ്കിൽ ദർ ഷുഡ് ബി എ മിനിമം 7 persons ആൻഡ് മാക്സിമം പേഴ്സൺ ഈസ് അൺലിമിറ്റഡ്. ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി ആണെങ്കിലോ 2 persons, മാക്സിമം എത്ര മനുഷ്യരെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഇൻക്ലൂഡ് ചെയ്യാം? 200. ഇഫ് ഇറ്റ് ഗോസ് മോർ, അവർ പബ്ലിക് കമ്പനി എന്നൊരു സ്റ്റേറ്റസിലേക്കാകും. അവർക്കൊരു 6 മാസം ടൈം കൊടുക്കും. അത് 200 കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അതൊരു പബ്ലിക് കമ്പനി ആക്കണമെന്നാണ് നിലവിൽ ലോ ഉള്ളത്. Now, there is another set of company called the 1% company. 1% company എന്ന് വെച്ചാൽ it is treated as a private company. ഒരു പേഴ്സൺ അടങ്ങി നടത്തുന്നതാണ് ഒരു 1% company. Now, company may be formed either as ഏതൊക്കെ രീതിയിൽ ഫോം ചെയ്യാം? ലിമിറ്റഡ് ബൈ ഷെയർസ് ആകാം, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആകാം, അൺലിമിറ്റഡ് കമ്പനി ആകാം. ഈ 3 കാര്യങ്ങൾ ഞാൻ നേരത്തെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് വെച്ചാൽ ഞാൻ 10 രൂപയുടെ ഷെയർ എടുത്തെങ്കിൽ ആ 10 രൂപ വരെ എനിക്ക് ലയബിലിറ്റി ഉള്ളൂ. ഞാൻ ഷെയർസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ ഐ ഗ്യാരണ്ടി ആൻ എമൗണ്ട് 1000 rupees ഞാൻ തന്നേക്കാം, അതാണ് എൻ്റെ ഗ്യാരണ്ടി എന്നുണ്ട്. ആ 1000 മാത്രം ഞാൻ കൊടുത്താൽ മതി. ഐ വിൽ ബി ലയബിൾ ഓൺലി ഫോർ ദാറ്റ്. അൺലിമിറ്റഡ് ലയബിലിറ്റി മീൻസ് വാട്ട് എവർ ലോസസ് ആർ ദേ അൺടിൽ ദ ലോസസ് ആർ എന്താ പറയുന്നത് ആർ ക്ലിയർഡ്, അതുവരെ ഉള്ളത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ബിലോങ്ങിങ്സിൽ നിന്ന് വരെ എടുത്ത് ആ ലയബിലിറ്റി ക്ലിയർ ചെയ്യാൻ യൂസ് ചെയ്യേണ്ടതായി വരും. ഓക്കെ. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് എ മെമ്മോറാണ്ടം ഒക്കെ വി നീഡ് ടു നോ വെദർ ദ കമ്പനീസ് നെയിം will be approved or not. So we just suggest certain number of names. Maybe it's not one, usually or 2 or 3 നമ്മൾ suggest ചെയ്യും, and they take those names. If it is closely relating to any other company's names, they won't be approving it. അതല്ല, എന്നും റിസംബിൾ ചെയ്യുന്നില്ല. ഇപ്പോൾ അതിന് കുറേ നെയിം ക്ലോസ് എന്ന് പറഞ്ഞ് തന്നെ ഒരു കാര്യമുണ്ട്, അത് നമുക്ക് പഠിക്കാം. പിന്നെ ഇന്ത്യയോ ഇന്ത്യയുടെ ഭാരതത്തിനെയോ ഗവൺമെൻറ്റിനെയോ ഒന്നും പ്രതിനിധീകരിക്കുന്ന രീതിയിൽ തോന്നരുത്, അല്ലെങ്കിൽ അവഹേളിക്കുന്ന രീതിയിൽ തോന്നരുത്, അങ്ങനത്തെ ഒരു പേരായിരിക്കണം, ഉണ്ടല്ലോ. ഇങ്ങനെ കുറേ റൂൾസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ. ഈ എല്ലാം ക്രൈറ്റീരിയാസ് നോക്കിയിട്ടാണ് ആ നെയിം അപ്രൂവ് ചെയ്യുന്നത്. വൺസ് എ നെയിം ഇസ് അപ്രൂവ്ഡ്, അപ്പോഴാണ് നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് മെമ്മോറാണ്ടം ശരിയാക്കുന്നതും മെമ്മോറാണ്ടത്തിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്കും നമ്മൾ നീങ്ങുന്നത്. ഓക്കെ. ഇനി ഫോർമേഷൻ ഓഫ് 1% കമ്പനി. ഒരു 1% കമ്പനി ഏത് രീതിയിലാണ് ഫോം ചെയ്യുന്നത്? 1% തന്നെ ഇറങ്ങി തിരിച്ച് ഫോം ചെയ്യാൻ സാധിക്കും ഒരു പ്രൈവറ്റ് കമ്പനി. ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് 2013 ആക്ട് ആണ്. സോ വാട്ട് ഡസ് ഇറ്റ് സേ? വൺസ് വി ആർ സബ്മിറ്റിംഗ് ദ ഡോക്യുമെൻറ്റ്സ് ടു ദ രജിസ്റ്റർ, ഫസ്റ്റ് ഓഫ് ഓൾ മെമ്മോറാണ്ടത്തിനകത്ത് തന്നെ ഇൻ വൺ അതർ പേഴ്സൻ്റെ നെയിമും കൂടെ വി ഹാവ് ടു മെൻഷൻ ഇൻ ഇറ്റ്. What is the significance of this എന്ന് ചോദിച്ചാൽ, this one person in case of the subscriber, that is the main person എന്നുള്ള ആൾ മരിച്ചു പോയാൽ one other person എന്നൊരു നോമിനിയുടെ പേര് അവിടെ കൊടുത്തിരിക്കണം. ആൻഡ് he will be having the capacity to act in the absence of the other one. അത് ഡെത്ത് വരാം, ഇൻസാനിറ്റി വരാം, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാം, പിന്നെ ആക്ട് ചെയ്യാൻ പറ്റാതാകാം, പല രീതിയിലും നമുക്ക് ഇൻകേപ്പബിൾ ഓഫ് ആക്ടിങ് വരാം. ഓക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ നോമിനി ആയിരിക്കും പിന്നെ അതിൻ്റെ ഓണറായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു വ്യക്തിയുടെ നെയിം നമ്മൾ മെമ്മോറാണ്ടത്തിൽ ആഡ് ചെയ്യുകയും ആ വ്യക്തി ആ കമ്പനി നടത്തുകയും ചെയ്യും. ഓക്കെ. ഇനി അടുത്തത്, ഇനി ഈ പറയുന്ന വ്യക്തി എന്ന പേഴ്സൺ, ഓക്കെ, ഇനി ഏതെങ്കിലും തരത്തിൽ ആ വ്യക്തിയുടെ പേര് കൊടുക്കുമ്പോൾ there should be a written consent which is given written from his hand that ഞാൻ ഇതിൻ്റെ കമ്പനിയുടെ നോമിനി ആയിട്ടിരുന്നോളാം, ഇൻ കേസ് ഓഫ് എനി പ്രോബ്ലംസ്, ഡെത്ത് ഓർ എനിത്തിങ് ഞാൻ ആക്ട് ചെയ്തോളാം എന്നും പറഞ്ഞ് ഈ വ്യക്തിയുടെ നെയിം, ഈ വ്യക്തി ഒരു കൺസെൻറ്റ് ഫോമും രജിസ്ട്രാറിൻ്റെ അടുത്ത് ഫയൽ ചെയ്യണം. ഇത് രജിസ്ട്രാറിൻ്റെ അടുത്ത് ഫയൽ ചെയ്യുന്നത് ഇൻകോർപ്പറേഷൻ്റെ ടൈമിലാണ്. ഇത് കാണാതെ ഇതില്ലാതെ ഒരിക്കലും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഇഫ് ദിസ് അതർ പേഴ്സൺ, ഇഫ് ഹി ഡസൻറ്റ് വോണ്ട് ടു കണ്ടിന്യൂ ആസ് എ നോമിനി, ഹി ക്യാൻ റൈറ്റ്, ഹി ക്യാൻ വിഡ്രോ ഹിസ് കൺസെൻറ്റ്.
ഓക്കെ, ഇൻ എനി മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ് എന്നാണ്. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ചൊരു മാനർ ഒന്നും പറയുന്നില്ല. നമ്മൾ കൺസെൻറ്റ് വിഡ്രോ ചെയ്യുന്ന രജിസ്ട്രാറിനെ അയച്ചാൽ മതി. അപ്പോൾ തന്നെ പേര് ഇവിടുന്ന് മാറ്റി അടുത്ത പേര് സജസ്റ്റ് ചെയ്യാൻ 1% അടുത്ത് ചോദിക്കുകയും ചെയ്യാം. നൗ the member of one person company may at any time change the name such other person by giving a notice in any manner as may be prescribed. ഈവൻ 1% ആണെങ്കിൽ ഇപ്പോൾ തോന്നുക എൻ്റെ നോമിനിയായിട്ട് ഇവൻ തുടരണ്ട, ഇവനെ മാറ്റിയേക്കാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ 1% അവനെ മാറ്റിയിട്ട് വേറൊരു വ്യക്തിയെ ചേർക്കാനായിട്ട് ആ നോമിനിയായി ഇരിക്കുന്ന ആൾക്കൊരു നോട്ടീസും കൊടുക്കാം. അത് പ്രിസ്ക്രൈബ്ഡ് ഫോംസ് ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. ആസ് മേ ബി പ്രിസ്ക്രൈബ് ടൈം ടു ടൈം അതിൻ്റെ റൂൾസ് ചേഞ്ച് ചെയ്യുക, അതിനാണ് ആ വേർഡ് കൊടുത്തിരിക്കുന്നത്. Now, it shall be the duty of the member of 1% to intimate the company the change. ആ ചേഞ്ച് കമ്പനി മാറ്റിയിട്ടുണ്ട് എന്നും പറഞ്ഞ് അറിയിക്കേണ്ടിയ ആരുടെ ഡ്യൂട്ടിയാണ്? 1% തന്നെയാണ്. ഓക്കെ, indicating in the memorandum, otherwise within such time and in such manner as may be prescribed. Then the company shall intimate with the register any such change within such time and in such manner as may be prescribed. അങ്ങനെ രജിസ്ട്രാറിനെ നമ്മൾ അറിയിക്കുന്നു. ഓക്കെ, now the act makes it clear that such change in the name of the person shall not be deemed to be alteration of memorandum. ആക്ടിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, മെമ്മോറാണ്ടത്തിൽ അതൊരു വ്യത്യാസം, അത് മാറ്റി എന്ന് വിചാരിച്ച് മെമ്മോറാണ്ടം തന്നെ ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഓൾട്രേഷൻ മെമ്മോറാണ്ടത്തിൽ വന്നു കഴിഞ്ഞു എന്ന് വരത്തില്ല. നമ്മളൊരു കൺസെൻറ്റ് നോട്ടീസ് കൊടുക്കുക, ഇന്ന വ്യക്തിയെ ഞാൻ നോമിനി എന്നുള്ള രീതിയിൽ നിന്ന് മാറ്റുകയെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ മാറ്റുക, അത്ര മാത്രമേ ഉള്ളൂ. നോ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ടു ബി ഫയൽഡ് വിത്ത് ദ രജിസ്റ്റർ? അതിനെക്കുറിച്ചാണ് ഒരു സീരീസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഡോക്യുമെൻ്റാണ് ദ സുപ്രീം ഡോക്യുമെൻ്റ് ഓഫ് എ കമ്പനി. അതിനകത്താണ് ഡയറക്ടേഴ്സിൻ്റെ നെയിംസ്, അഡ്രസ്സസ്, അല്ലെ ഫസ്റ്റ് ഡയറക്ടേഴ്സ്, ഹൂ ആർ ദ, ഹൗ മെനി ഷെയർസ്, വാട്ട് ഇസ് എ ക്യാപിറ്റൽ, വാട്ട് ഇസ് എ ആക്ടിവിറ്റി ദേ ആർ ഗോണ ടു അണ്ടർഗോ, അല്ലെങ്കിൽ നെയിം. അതാണ് നമ്മളിനിയും പ്രത്യേകമായിട്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പഠിക്കും. അപ്പോൾ അതിനകത്ത് കണ്ടൻസ് എല്ലാം നമുക്ക് മനസ്സിലാവും. നെയിം ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്താണ്, ഓക്കെ, ക്യാപിറ്റൽ ക്ലോസ്, കുറേ ഉണ്ട്. ആ ക്ലോസസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഓക്കെ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻറ്റേർണൽ ഒരു ഡോക്യുമെൻ്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ മെയിൻ ഡോക്യുമെൻറ്റ്, ഇസ് എ സബ് ഡോക്യുമെൻറ്റ് വിച്ച് ഇസ് മെയിൻ ഡോക്യുമെൻ്റ് താഴെയായിട്ട് നിൽക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. കമ്പനിയുടെ ഇൻറ്റേർണൽ റൂൾസ് ആൻഡ് മാനേജ്മെൻറ്റ് റെഗുലേഷൻസ് എല്ലാം ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് ഉണ്ട്. ഡിക്ലറേഷൻ ഓഫ് എ പ്രിസ്ക്രൈബ്ഡ് ഫോം, അത് വേറെ ഒരു അത്യാവശ്യകരമായ കാര്യമാണ്. ഡോക്യുമെൻറ്റ്സ് ടു ബി ഫയൽഡ് വിത്ത് ദ രജിസ്റ്റർ എന്ന് പറയുന്നതിനകത്ത് മൂന്നാമത് വരുന്നതാണ് ഡിക്ലറേഷൻ ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ഫോം. എന്താണ് ആ ഡിക്ലറേഷനകത്ത് പറയേണ്ടത്? ആരുടെ ഡിക്ലറേഷനാണ് വേണ്ടത്? ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ട്, അതിനകത്ത് ഒന്നുകിൽ ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കമ്പനീസൊക്കെ CS ഇവരെല്ലാം കമ്പനിയുടെ ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്ത ആൾക്കാരുടെ ഒരു ഡിക്ലറേഷൻ. അതല്ലെങ്കിൽ പേഴ്സൺ നെയിംഡ് ഇൻ ദ ആർട്ടിക്കിൾസിനകത്ത് പ്രത്യേകമായിട്ട് ഡയറക്ടറായിട്ടോ അങ്ങനെ ഒരു വ്യക്തി എന്തായാലും വേണം. അഡ്വക്കേറ്റോ, CA കോസ്റ്റ് അക്കൗണ്ടൻറ്റോ, CS ഓക്കെ, ഹു ഈസ് എൻഗേജ്ഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. അതിലൊരാൾ എന്തായാലും കാണുമല്ലോ ഒരു കമ്പനി ഫോം ചെയ്യാൻ. ആ വ്യക്തിയുടെ ഡിക്ലറേഷൻ. 2, പേഴ്സൺ നെയിംഡ് ഇൻ ദ ആർട്ടിക്കിൾസ് ആസ് ഡയറക്ടർ, മാനേജർ, സെക്രട്ടറി ഓഫ് എ കമ്പനി. ഇതിൽ ഒരു വ്യക്തിയുടെ ഡിക്ലറേഷനും ഓക്കെ ആക്ട് അനുസരിച്ച് ഉള്ള എല്ലാ റിക്വയർമെൻറ്റ്സും അടങ്ങുന്ന ഡിക്ലറേഷൻ അതും കൊടുക്കണം. ഇനി അടുത്ത അഫിഡവിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സത്യവാങ്മൂലം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. അപ്പോൾ അഫിഡവിറ്റിനകത്ത് ഒരു തെറ്റുകളും പാടില്ല. ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് അടങ്ങുന്നതാണ് അഫിഡവിറ്റ്, അല്ലേ? അഫിഡവിറ്റ് ഓഫ് ഈച്ച് സബ്സ്ക്രൈബേഴ്സ്, അതായത് ഫസ്റ്റ് ഡയറക്ടർ എന്ന കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടർ ആണെന്ന് പറയുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ ഈച്ച് പേഴ്സൻ്റെയും അഫിഡവിറ്റ് നമ്മൾ കൊടുക്കണം. എന്താണ് ആ അഫിഡവിറ്റിൽ പറയേണ്ട കാര്യങ്ങൾ? അപ്പോൾ അഫിഡവിറ്റ് എന്ന് പറയുന്നതിനകത്ത് എന്തെല്ലാം ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സേ അടങ്ങാവൂ എന്നുണ്ടല്ലോ നിയമപരമായി. അപ്പോൾ എന്താണ് നമ്മൾ അഫിഡവിറ്റിനകത്ത് എഴുതുന്നത്? 1, ഹീ ഈസ് നോട്ട് കൺവിക്റ്റഡ് ഓഫ് എനി ഒഫൻസ്, എനിക്ക് ഒരു ഒഫൻസുകളും കുറ്റങ്ങളൊന്നും എൻ്റെ പേരിലില്ല എന്ന് പറഞ്ഞ്, ഇൻ കണക്ഷൻ വിത്ത് ദ പ്രൊമോഷൻ ഓഫ് ഫോർമേഷൻ ഓർ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. 2, ഹീ ഹാസ് നോട്ട് ബീൻ ഫൗണ്ട് ഫ്രോഡ് ഓർ മിസ്ഫിനൻസ് ഓർ എനി ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി
ടു എനി കമ്പനി ഡ്യൂറിങ് ദ പ്രിസീഡിങ് 5 years. ഓക്കെ, കഴിഞ്ഞ 5 വർഷത്തിനകത്ത് എനിക്കൊരു ഫ്രോഡിലൻ്റ് കാര്യങ്ങളും എനിക്കെതിരെയായിട്ട് നടന്നിട്ടില്ല എന്നുള്ളത് പ്രത്യേകിച്ച് എഴുതുക. പിന്നെ ദാറ്റ് ഓൾ ദി ഡോക്യുമെൻറ്റ്സ് രജിസ്ട്രാറിൻ്റെ അടുത്ത് ഫയൽ ചെയ്തിരിക്കുന്ന ഈ സർവ്വ ഡോക്യുമെൻറ്റ്സും കറക്റ്റാണ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ് എന്ന് പറഞ്ഞ് എഴുതി അതിനകത്തൊരു അഫിഡവിറ്റും സബ്സ്ക്രൈബേഴ്സ്, അതായത് ഫസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി വെക്കണം. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്താണ്? അഡ്രസ് ഓഫ് കറസ്പോണ്ടൻസ്. ഓക്കെ, ടിൽ ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ എവിടെയാണ് എൻ്റെ ഓഫീസ് എന്നുണ്ടെങ്കിൽ ആ ഓഫീസ് ഇപ്പം വരെയും രജിസ്റ്റർ ആവുന്ന വരെയും ഏത് കമ്മ്യൂണിക്കേഷനിൽ കൂടെയാണ് എന്നിൽ എത്തുക എന്നുള്ള അഡ്രസ്സ് അതിനകത്ത് എഴുതുക. ദെൻ പർട്ടിക്കുലേഴ്സ് ഓഫ് നെയിം ഇൻക്ലൂഡിങ് സർനെയിം, ഫാമിലി നെയിം, എന്താ പറയുന്നത്, റെസിഡൻഷ്യൽ അഡ്രസ്, നാഷണാലിറ്റി, എല്ലാ സബ്സ്ക്രൈബിൻ്റെ ഫസ്റ്റ് ഡയറക്ടർ എന്ന് നമ്മൾ പറയുന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. അവരുടെ വക എല്ലാ ഓക്കെ. അഡ്രസ് ഓഫ് കറസ്പോണ്ടൻസ് ടിൽ ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് ഇസ് എസ്റ്റാബ്ലിഷ്. പിന്നെ ഞാൻ പറഞ്ഞു സബ്സ്ക്രൈബേഴ്സിൻ്റെ എന്താണ് സർവ്വ പേരും നാളും എല്ലാം കൊടുക്കുക. പിന്നെ അടുത്തത് പർട്ടിക്കുലേഴ്സ് ഓഫ് പേഴ്സൺസ് മെൻഷൻ ഇൻ ദ ആർട്ടിക്കിൾസിനകത്ത് ഫസ്റ്റ് ഡയറക്ടർ അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെയൊക്കെ പേരുകളുണ്ട്. അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ ഡിൻ നമ്പർ, ഓക്കെ, അവരുടെ ഫാമിലി നെയിം, റെസിഡൻഷ്യൽ അഡ്രസ്, നാഷണാലിറ്റി, എല്ലാ ഐഡൻറ്റിറ്റി പ്രൂഫ്, എല്ലാ കാര്യങ്ങളും കൂടെ അടങ്ങുന്നത്. ദെൻ ദ പർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് പേഴ്സൺസ് മെൻഷൻ ഇൻ ദ ആർട്ടിക്കിൾസ്. എന്തെങ്കിലും ഇൻട്രസ്റ്റഡ് പേഴ്സൺസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഡയറക്ടർ ഇൻ അതർ ഫേംസിൻ്റെ ഫസ്റ്റ് ഡയറക്ടേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അവരുടെ നെയിംസ് ആൻഡ് അഡ്രസ്സസ്, അവരുടെ കൺസെൻറ്റ് ടു ആക്ട് ആസ് എ ഡയറക്ടർ ഓവർ ഹിയർ എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഡോക്യുമെൻറ്റ്സ് ചേർന്നാണ് നമ്മൾ ഇൻകോർപ്പറേഷന് വേണ്ടി ഫയൽ ചെയ്യുന്നത്. ഇനി അടുത്ത് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കണ്ടിട്ട് ഓക്കെ ആണെന്ന് കരുതുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഓക്കെ ആണെന്ന് കരുതുമ്പോൾ എന്താ ചെയ്യുന്നത്? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ അവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ സിൻ നമ്പർ. വൺസ് എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇസ് ഗിവൺ ദ കമ്പനി ക്യാൻ സ്റ്റാർട്ട് ഇറ്റ്സ് ബിസിനസ്. ഓക്കെ, കമ്പനിക്ക് പുതിയതുപോലെ കമ്പനി ജനിച്ചു എന്ന് പറയുന്നതാണ്, ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കമ്പനിക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ ആ സിൻ നമ്പർ എന്ന് പറയുന്ന ഒരു ഡേറ്റ്, ഒരു നമ്പർ കാണും. ഓക്കെ, സിൻ 00 1 ഒരു 10 ഡിജിറ്റ്, ഒരു വലിയ ഡിജിറ്റ് നമ്പർ ആയിരിക്കും അതിന് വരുന്നത്. Okay. On and from the date mentioned in the certificate of incorporation, the register shall allot to the company a corporate identity which shall be distinct identity of the company. But this number shall be included in the certificate. ആ നമ്പർ, ആ സിൻ നമ്പർ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. ഈ സിൻ നമ്പർ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് എല്ലാ കമ്പനികളും അതെല്ലാവർക്കും കാണാവുന്ന രീതിയിൽ അതിനെ അഡ്വർടൈസ് എന്നുള്ള രീതിയിൽ അതിനെ വെക്കണം എന്നാണ്. അത് മിക്ക കമ്പനിയിലും നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് കാണാം CIN എന്ന് എഴുതിയിട്ട് ആ നമ്പർ അവരുടെ ആ റിസപ്ഷനിലോ എവിടെയെങ്കിലും അവർ വോളയിൽ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, നൗ റേസിംഗ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കോൺസെപ്റ്റാണ്. എന്നാലും ഞാൻ ഫാസ്റ്റായിട്ട് ഞങ്ങൾക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്? നമ്പർ 1 ഇസ് ടു പബ്ലിക് ത്രൂ പ്രോസ്പെക്ടസ്. ഞാൻ എൻ്റെ പ്രോസ്പെക്ടസ് കൊടുക്കുന്നു, കമ്പനി അതാണ് ഇതാണ്, കമ്പനിയുടെ ആക്ടിവിറ്റി ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞ് പബ്ലിക്കിനെ ഞാൻ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു. അങ്ങനെ അറിയിച്ച് ഞാൻ ക്യാപിറ്റൽ റേസ് ചെയ്യാം. നമ്പർ 1. 2 ഇസ് ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. എന്താണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ കമ്പനിക്കൊരു ക്യാപിറ്റലുണ്ട്, 1,00,000 രൂപയുണ്ട്. പക്ഷേ കമ്പനിക്ക് ഇപ്പം ഒരു 20,000 രൂപയും കൂടെ വേണം എന്ന് വിചാരിക്കുക. ഒരു അത്യാവശ്യ സാഹചര്യം വന്നപ്പോൾ കുറച്ചുകൂടെ രൂപ അഡീഷണലായിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എനിക്ക് പബ്ലിക്കിനൊരു പ്രോസ്പെക്ടസ് ഇട്ടൊന്നും വിളിക്കേണ്ടി വലിയ പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യണമെന്നില്ല. പക്ഷേ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്താം. അതായത് കുറച്ച് സെലക്റ്റഡ് നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സിനെ തിരഞ്ഞെടുത്തിട്ട് ഞാൻ അവർക്കായിട്ട്, അല്ലാതെ ത്രൂ സെബിയോ അല്ലെങ്കിൽ എന്താ പറയുന്നത് അവരിലൂടെ അല്ലാതെ എന്താ പറയുന്നത് സെക്കൻഡ് അകത്തൂടെ കമ്മീഷനകത്തൂടെ പോകാതെ ഞാൻ അല്ലാതെ പ്രൈവറ്റായിട്ട് പ്ലേസ് ചെയ്യും എൻ്റെ ഷെയർസ്. അത് ടു എ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. അവർക്ക് വേണ്ടി മാത്രമായിട്ട് നിങ്ങളത് എടുക്കുന്നെങ്കിൽ നിങ്ങളെടുത്തോ എന്നും പറഞ്ഞ് അവർക്ക് കൊടുക്കും. എന്നിട്ട് അങ്ങനെ റേസ് ചെയ്യും. ഓക്കെ, IPO അല്ലെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് എന്നുള്ള രീതിയിൽ അഡീഷണലായിട്ടുള്ള ഷെയർസ് ആ രീതിയിൽ എനിക്ക് കൊടുക്കാം. നൗ അടുത്തതെന്ന് വെച്ചാൽ ത്രൂ റൈറ്റ്സ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് കുറച്ച് ഷെയർസ് കാണും, ഷെയർ ഹോൾഡേഴ്സ് കാണുമല്ലോ, അവർക്ക് അഡീഷണലായിട്ട് ന്യൂ ഷെയർ നമ്മൾ കൊടുക്കുക. ഒരു സ്പെസിഫിക് പ്രൈസിലും ഒരു സ്പെസിഫിക് പീരീഡും ഒക്കെ വെച്ച് അവർക്ക് കൊടുക്കുന്നു. അതാണ് റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇനി ബോണസ് ഇഷ്യൂ എന്ന് വെച്ചാൽ എന്താ?
നമ്മൾ ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർസ് നമുക്ക് ബോണസായിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. അതല്ല, ഇനി അവർ മികച്ചതായിട്ട് കമ്പനിക്ക് വേണ്ടി ചെയ്തു എന്നുള്ള വല്ല എംപ്ലോയീസ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് നമ്മൾ ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് ഒരു ഷെയർ നമുക്ക് കൊടുക്കാം. എന്താണ് ഫുള്ളി പെയ്ഡപ്പ് ഷെയർ? ഒരു ഷെയറിന് 10 രൂപ ആണെങ്കിൽ ആ 10 രൂപ ഇനി തന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ആ ഷെയർ ആ വ്യക്തിക്ക് കൊടുക്കുന്നു. ബോണസ് ഇഷ്യൂ. ഓക്കെ. നൗ പ്രൈവറ്റ് കമ്പനി മേ ഇഷ്യൂ സെക്യൂരിറ്റീസ്. ഏതൊക്കെ രീതിയിലാണ്? ഇച്ചിരി മുന്നേ പറഞ്ഞതെല്ലാം പബ്ലിക്കാണ്, ഓർത്ത് വെച്ചോണം. പ്രോസ്പെക്ടസും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റും റൈറ്റ് ഇഷ്യൂയും ബോണസ് ഇഷ്യൂയും. നൗ പ്രൈവറ്റ് കമ്പനിയിൽ എങ്ങനെയാണ്? പ്രൈവറ്റ് കമ്പനി എന്ന് വെച്ചാൽ മേ ഇഷ്യൂ സെക്യൂരിറ്റീസ് ബൈ വേ ഓഫ് റൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ. ഈ രണ്ട് രീതിയിൽ. ഈ ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നുണ്ടല്ലോ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രഷറി ഓഫ് ഷെയർസിൽ അങ്ങനത്തെ വല്ല രീതികൾ വരുമ്പോഴാണ് ഈ ബോണസ് ഇഷ്യൂ കാര്യങ്ങൾ എടുക്കുന്നത്. ബൈ വേ ഓഫ് റൈറ്റ് ഇഷ്യൂ ഓഫ് ബോണസ് ഇഷ്യൂ അല്ലെങ്കിൽ ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ഈ രണ്ട് രീതിയിലല്ലാതെ പബ്ലിക്കിന് പ്രോസ്പെക്ടസ് വഴി ഒരിക്കലും പ്രൈവറ്റ് കമ്പനിക്ക് ഷെയർസ് ഇഷ്യൂവിന് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി ഓൺലൈൻ രജിസ്ട്രേഷൻ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത്. പണ്ട് കാലത്ത് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡി ആക്കിയിട്ട് പ്രിൻ്റ് ഇട്ടിട്ട് ഒക്കെയാണ് നമ്മൾ കൊണ്ടുപോയി രജിസ്റ്ററാണ് കൊണ്ട് ഫയൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ 2013 ആക്ട് വന്നപ്പോൾ എല്ലാം മാറി. നോട്ട് ഈവൻ 2013, ഈവൻ ബിഫോർ ദാറ്റ് കമ്പനീസ് റൂൾസ് 2014 കൊണ്ടുവന്ന അനുസരിച്ച് ഒത്തിരി മാറ്റം വന്നു. എന്നിട്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ രജിസ്ട്രേഷൻ ഈസ് ത്രൂ ഓൺലൈൻ പോർട്ടൽ. അതായത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്നും പറഞ്ഞ് MCA 21 എന്താണ് പറയുന്നത്? 21st സെഞ്ച്വറിയിലാണ് ഇങ്ങനൊരു രീതി കൊണ്ടുവന്നത്. ഇത് രീതി കൊണ്ടുവന്നതുകൊണ്ട് എന്താണ് നമുക്കെല്ലാവർക്കും ഗുണമായി. ലൈക്ക് ഒരു ഓൺലൈനിൽ കൂടെ കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യാം. അതായത് ഡിജിറ്റലി കാര്യങ്ങളെല്ലാം നീങ്ങിയപ്പം എല്ലാം ഈസിയായി മാറി. ഓക്കെ. സ്പൈസ് ഫോംസ് വന്നു. വാട്ട് ഇസ് സ്പൈസ് ഫോം? സിംപ്ലിഫൈഡ് പെർഫോമർ ഫോർ ഇൻകോർപ്പറേറ്റിംഗ് കമ്പനി ഇലക്ട്രോണിക്കലി. ഓക്കെ. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. February 23 മുതൽ 2020 മുതൽ സ്പൈസ് പ്ലസ് എന്നാക്കി. അതിന് പാർട്ട് A പാർട്ട് B അത് ഞാൻ നേരത്തെ അതിൻ്റെ എല്ലാം തന്നല്ലോ. ഇനി ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ആ കാര്യങ്ങളെല്ലാം അതെല്ലാം ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഇനി ഞാനത് പ്രത്യേകമായിട്ട് ഇപ്പോൾ ഇനി എടുക്കുന്നില്ല. നിങ്ങളത് ആ വീഡിയോ ഇത് കഴിഞ്ഞ് ഒന്നുകൂടെ പോയി ആ സെക്കൻഡ് വീഡിയോ ഓഫ് ബ്രിഡ്ജ് കോഴ്സിൻ്റെ കാണണം. ഓക്കെ. നൗ എന്തൊക്കെയാണ് ആ കൂട്ടത്തിൽ നമ്മൾ എടുക്കേണ്ടത്? പാർട്ട് A പാർട്ട് B വരുമ്പോഴത്തേന് ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഓരോ ഡയറക്ടറും പോയി ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എടുക്കുന്നു. ആ നമ്പർ പർട്ടിക്കുലർലി അവർക്ക് തന്നെ ഉള്ളതായിരിക്കും. അവരെങ്ങനെയാണ് DSC അപ്പോൾ ഇടുന്നത്? ബോത്ത് ആർ ഡിഫറെൻറ്റ്. ഓക്കെ. ഡിന്നും DSCയും ഡിഫറെൻ്റ് ആണ്. വാട്ട് ഇസ് ഡിൻ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് പേഴ്സണലി നമുക്കൊരു ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടുവാണ്. ഓക്കെ. എന്നിട്ട് ആ നമ്പർ നമ്മൾ ഡയറക്ടറിൻ്റെ നമ്പറായി ആണ് യൂസ് ചെയ്യുന്നത്. ഇനി DSC എന്താണ്? വി ആർ ഗെറ്റിംഗ് എ സിഗ്നേച്ചർ ഫോർ സർട്ടിഫൈയിങ് ഓൺ എനി ഓഫ് ദ ഡോക്യുമെൻറ്റ്സ്. ഓക്കെ. നമ്മൾ ആ സിഗ്നേച്ചർ ഇട്ടാൽ ഇറ്റ് ഇസ് ആസ് ഇഫ് വി ആർ സൈനിങ് ദ ഡോക്യുമെൻറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. ഇനി ഞാൻ അത് വായിക്കുന്നില്ല. Online submission of documents to military requires digital signatures. Purpose of signature എന്താണ്? To authenticate a document. Once you give the authentication എന്താണ്? It is like affixing a real signature ഇടുന്ന പോലെ തന്നെയാണ്. ഓക്കെ. IT Act 2000 പ്രകാരമാണ് ഇങ്ങനെ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ വളരെ അത്യാവശ്യം ഒരു ഘടകമായി ഇപ്പം മാറിയിട്ടുണ്ട്. ദ പ്രൊസീജിയർ ഓഫ് ഫോർമേഷൻ ഓഫ് കമ്പനി. Now, application for approval of names for the company to be incorporated. That is to be done in the beginning. അത് കഴിഞ്ഞ് പാർട്ട് എയിൽ അത് ചെയ്ത് ആ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ട് ഇരുന്നത്. ഏത് കമ്പനി, ഏത് നെയിമാണ്. ഓക്കെ. ആ നെയിംസിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാനത് പിന്നെ അടുത്ത മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം. വേറൊരു കമ്പനിയുമായിട്ട് റിസംബിൾ ചെയ്യരുത്, ഗവൺമെൻറ്റുമായിട്ട് റിസംബിൾ ചെയ്യരുത്, അല്ലെങ്കിൽ ഭാരതത്തിനെതിരെയോ നാടിനെതിരെയോ വളരെ മോശമായ ഒരു പേര് ആയിരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസിഡൻറ്റിനെയോ ഗവർണറിനെയോ ആരെങ്കിലും ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള പേരായിരിക്കരുത് എന്നൊക്കെയുണ്ട്. നോ പ്രിപ്പറേഷൻ ഓഫ് സബ്മിഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് MOA. ഇപ്പോൾ MOAയും AOAയും ഡിക്ലറേഷൻ ഓഫ് ഡയറക്ടറും അഫിഡവിറ്റ് ഓഫ് ഡയറക്ടറും എല്ലാം ഓൺലൈനാണ് കേട്ടോ. സ്പൈസ് ഫോം ഉണ്ട്, പാർട്ട് Bയിലാണ് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത്. സ്പൈസ് പ്ലസ് ഫോം. ഓക്കെ. അതാണ് ഇപ്പോഴത്തെ ഈ 2020യുടെ. നൗ സബ്സ്ക്രൈബിങ് ടു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ.
ഇനി അതെന്താണ്? ആസ് പെർ കമ്പനീസ് ആക്ട് 2013, എ സബ്സ്ക്രൈബർ മസ്റ്റ് സബ്സ്ക്രൈബ് ദ ഷെയർസ് ഓഫ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ്. ഇറ്റ് മീൻസ് ഈച്ച് സബ്സ്ക്രൈബർ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഷെയർ ഓഫ് ദ കമ്പനി. ഒരു ഷെയർ ഓരോ സബ്സ്ക്രൈബറിനും കണ്ടിരിക്കണം. അപ്പോൾ ഈച്ച് സബ്സ്ക്രൈബർ എന്താ ചെയ്യേണ്ടത്? അവരുടെ മെമ്മോറാണ്ടം അവർ സൈൻ ചെയ്യണം. സൈൻ ചെയ്യുമ്പം വിത്ത് എ 1 വിറ്റ്നസ്സും അവിടെ കാണണം. അപ്പോൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്? അഡ്രസ് ഓഫ് സബ്സ്ക്രൈബർ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഓക്യുപ്പേഷൻ, എത്ര ഷെയറാണ് ഞാൻ എടുക്കുന്നത്, എന്ത് ടൈപ്പ് ഓഫ് ഷെയർ ആണ്, ഇക്വിറ്റി ആണോ പ്രിഫറൻസ് ആണോ, അതെല്ലാം വ്യക്തമായിട്ട് അതിനകത്ത് എഴുതുക. ഓക്കെ, അതിന് സ്പൈസ് പ്ലസ് ഫോമാണ് അതും കേട്ടോ. ഇനി ഡിക്ലറേഷൻ റിഗാർഡിംഗ് ഫുൾഫിൽമെൻറ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിക്ലറേഷൻ ആരുടെയാണ്? ഒരു അഡ്വക്കേറ്റിൻ്റെയോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെയോ ഒരു കമ്പനി സെക്രട്ടറിയുടെയോ ഒരു ഡിക്ലറേഷൻ അവിടെ കാണണം. ഈ ഫോർമേഷന് വേണ്ടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുവാണെങ്കിൽ ഞാൻ തന്നെയായിരിക്കും ആക്ട് ചെയ്യുന്നതെന്നും പറഞ്ഞുള്ള ഡിക്ലറേഷൻ. ഓക്കെ, പിന്നെ ഈ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റാണെന്നുള്ളതും. This declaration can be digitally signed by the authority and could be submitted through Spice Plus form. Okay. Now, certificate of incorporation. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ upon incorporation, company becomes a legal person apart from its members. അല്ലേ? Now, commencement of business എന്താണ്? Commencement of business എന്ന് പറയുന്ന certificate, it is given for a public company. Thank you. It is given for a public company. 2013 ആക്ട് അനുസരിച്ചാണ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്നൊരു പണ്ടുകൊണ്ട് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഓക്കെ, റാഡിക്കലി ചേഞ്ച് ദ പ്രൊവിഷൻസ് വിത്ത് റിഗാർഡ് ടു സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ്. സെക്ഷൻ 11 ഓഫ് ദി ആക്ട് മാൻറ്റെയിൻസ് എ ഡിക്ലറേഷൻ അല്ലെ വെരിഫിക്കേഷൻ ഫ്രം ഓൾ കമ്പനീസ് ഹാവിംഗ് എ ഷെയർ ക്യാപിറ്റൽ. Now, declaration എന്തൊക്കെയാണ് അതിന് വേണ്ടിയാണ്? Declaration is filed by the director in such form and verified in such manner as may be prescribed. Okay. ഇനി അടുത്ത paid up share capital of a company is not less than 5 lakh ആയിരിക്കണം. ആ 5 lakh and not less than 1 lakh rupees in case of private company. കാര്യങ്ങളെല്ലാം നമുക്കറിയാമല്ലോ. ഷെയർ ക്യാപിറ്റലിൻ്റെ കമ്പനി ഹാസ് ഫൈൽഡ് വിത്ത് രജിസ്റ്റർ ഫോർ വെരിഫിക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ്. രജിസ്റ്റേർഡ് ഓഫീസ് ഇവിടെ ആണ് എന്നും പറഞ്ഞ് കമ്പനി അതിൻ്റെ വ്യക്തത എല്ലാം കൊടുക്കണം. Now, if any default is made in complying with these requirements, company shall be liable to penalty. It may extend to 5,000 rupees. ഇനി ഏതെങ്കിലും ഒരു ഓഫീസറാണ് ഡെയിലി ആ ഡിഫോൾട്ട് കാണിക്കുന്നതെങ്കിൽ ഓരോ ദിവസവും 1000 രൂപ വെച്ചും ഡിഫോൾട്ട് അടിക്കും. Now, failure to file the declaration to the register within a period of 180 days ആണെങ്കിൽ from the date of incorporation is a ground of register to initiate action for removal of the name of the company from the register. ഇനി ആ ഡിക്ലറേഷൻ കൊടുക്കാൻ എന്തെങ്കിലും താമസം നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഡിക്ലറേഷൻ ഞങ്ങൾ പെതുക്കെ തരാമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ആ ഡിക്ലറേഷൻ ഇനിയും കുറച്ച് പേരുടെയും കൂടെ കിട്ടാനുണ്ടെങ്കിൽ അത് 180 ഡേയ്സിൽ കവിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണം കമ്പനിയെ തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി അടുത്ത പ്രിലിമിനറി ആൻഡ് പ്രീ ഇൻകോർപ്പറേഷൻ ഓഫ് കോൺട്രാക്ട് അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കാം. ഓക്കെ, താങ്ക് യു.